മീര, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇപ്പോൾ സ്വാഗതം. താങ്ക് യു സർ. താങ്ക് യു സർ. ആദ്യമേ തന്നെ കൺഗ്രാജുലേഷൻസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചതാണ്, എന്നാലും ഒഫീഷ്യലി കൺഗ്രാജുലേഷൻസ് ഫ്രം ദ പാർട്ട് താങ്ക് യു ഓഫ് സർ. ക്രാക്കർ. അപ്പോൾ മീരയെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് മീര എന്നാണ്. ഞാനിപ്പോൾ പ്രസൻ്റ്ലി ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ക്രൈസ്റ്റ് നഗർ സ്കൂൾ കവടിയാറിലാണ്. അവിടെ ഹയർ സെക്കൻഡറി, അതെ കവടിയാർ വെള്ളയമ്പലം. ഓക്കെ. ആ ഹാ ഹാ അവിടെ ഹയർ സെക്കൻഡറി ആൻഡ് ഹൈസ്കൂൾ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ഓക്കെ. എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ഞാനൊരു MSc ഗ്രാജുവേറ്റ് ആണ്, പ്ലസ് BEdും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എത്ര കാലമായി PG കഴിഞ്ഞിട്ട്? PG 2019 പാസ് ഔട്ട് ആയത്. പാസ് ഔട്ട് ആയത്. ഓക്കെ. അതെ, അത് കഴിഞ്ഞ് ഞാൻ BEdന് ജോയിൻ ചെയ്തു. ആഹാ. 2020-22 ബാച്ച് ആയിരുന്നു. എന്നിട്ട് BEd കോവിഡിന്റെ കംപ്ലീറ്റ് സമയം. ചെയ്ത ഉടനെ, അതെ അതെ, ആ എന്നിട്ട് BEd കംപ്ലീറ്റ് ചെയ്ത ഉടനെ സ്കൂളിൽ ജോയിൻ ചെയ്തു. ഓക്കെ. അപ്പോൾ സ്കൂളിൽ ഇപ്പം 3 വർഷം ആയി അല്ലേ? സ്കൂളിൽ 3 വർഷം ആവാറ്. ആ ഹാ ഹാ ഓക്കെ ഓക്കെ. അപ്പം എങ്ങനെ ഈ ഫിസിക്സ് ഇഷ്ടപ്പെട്ടിട്ടാണോ അതെയോ എങ്ങനെയാ ഫിസിക്സ് തിരഞ്ഞെടുക്കാൻ ഉണ്ടായ? സർ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്കൂളിൽ വെച്ചിട്ട് എനിക്ക് എല്ലാ സബ്ജക്റ്റും ഒരേപോലെ ആയിരുന്നു. ഫിസിക്സിനോട് ആ വലിയ താല്പര്യമില്ലായിരുന്നു. ആ പക്ഷെ എനിക്ക് ഡിഗ്രിക്ക് കിട്ടിയ സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു. ഞാൻ ഓക്കെ. NSS കോളേജിലാണ് പഠിച്ചത്, നെടുമൺകര NSS കോളേജ്. ആ ഹാ അവിടുത്തെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് ഫിസിക്സിനോട് ശരിക്കും ഇഷ്ടം വന്നത്. ഓക്കെ. ആ അങ്ങനെയാണ് പിന്നെ ഞാൻ PG എടുക്കാമെന്ന് വിചാരിച്ചത്. PG ഞാൻ ആ MG കോളേജിലാണ് പഠിച്ചത്. ഓക്കെ. പിന്നെ MG ഫിസിക്സിനോട് പാഷനുണ്ട്. MG കോളേജിലാണല്ലേ? അതെ അതെ. ആ ഹാ ഹാ ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ബി എഡ് കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ അപ്പോൾ എങ്ങനെ കേട്ടിട്ടൊക്കെ എഴുതിയോ അങ്ങനെ വല്ലോ? കേട്ടിട്ട് രണ്ടും കാറ്റഗറി 2 and 3 ക്വാളിഫൈഡ് ആണ്. ക്വാളിഫൈഡ് ആണ്. CTETും ക്വാളിഫൈഡ് ആണ്. ക്വാളിഫൈഡ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഈ എന്തുകൊണ്ടാണ് പിന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്തേക്കാന്ന് വെച്ച്? സെറ്റ് ആദ്യമേ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ആ ഇതെന്റെ മൂന്നാമത്തെ അറ്റംപ്റ്റ് ആണ്. ആദ്യത്തെ രണ്ട് മൂന്നാമത്തെ അറ്റംപ്റ്റ് ആണ്. ഓക്കെ. അതെ അതെ, ആദ്യത്തെ 2 അറ്റംപ്റ്റും എനിക്ക് കുറച്ച് മാർക്കിന് മിസ്സാവുമായിരുന്നു. ആ ഹാ അപ്പോഴൊന്നും ഞാൻ വേറെ ക്ലാസ്സിനൊന്നും ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു. ആ ഹാ ഹാ അപ്പൊ ഇപ്പൊ ഒന്ന് ക്ലാസ്സിന് ജോയിൻ ചെയ്ത് ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടി, അങ്ങനെ ക്വാളിഫൈ ആയി. ക്വാളിഫൈഡ് ആയി. എങ്ങനെ തൻ്റെ പഠനത്തിന്റെ രീതിയൊക്കെ എങ്ങനെയായിരുന്നു? സെറ്റ് പഠിച്ച രീതിയൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് സമയം ഭയങ്കര കുറവായിരുന്നു സർ. കാരണം സ്കൂളിൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെ കുറച്ച് സമയമായിരുന്നു. അപ്പോൾ എനിക്ക് പേപ്പർ വൈസ് ഇരുന്ന് പഠിക്കാനുള്ള സമയം കിട്ടിയില്ല. ആ അപ്പം ഹാ ഞാൻ കൂടുതലും ചെയ്തത്, ഞാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. എന്നിട്ട് എനിക്ക് കിട്ടുന്ന സമയത്തെല്ലാം ഞാനിങ്ങനെ വീഡിയോസ് കാണുമായിരുന്നു. എസ്പെഷ്യലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ വീഡിയോസ് കാണുമായിരുന്നു. പിന്നെ സാറിൻ്റെ ക്ലാസ്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സാറിൻ്റെ ക്ലാസ് കാണുമായിരുന്നു. ഞാൻ ലൈവ് സെഷൻസ് കാണുമായിരുന്നു. അപ്പോൾ അതിൽ കൂടെയൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് കിട്ടി. ലൈവിന് അങ്ങനെ ഒത്തിരി നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല തോന്നുന്നല്ലേ ലൈവ്? നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ലൈവ് പിന്നെ റെക്കോർഡ് ആയതുകൊണ്ട് പിന്നെ അങ്ങ് കാണുമായിരുന്നു അല്ലേ അങ്ങനെ? അതെ അതെ. സാറിന് ഓർമ്മയുണ്ട്, ഇടയ്ക്ക് ആൻസേഴ്സ് ഒക്കെ ഞാൻ പറയുമായിരുന്നു. യെസ്. ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്, പക്ഷെ കൂടുതൽ സമയം കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഞാൻ ഇടയ്ക്ക് തന്നെ സത്യം പറഞ്ഞാൽ തന്നെ ഞാൻ റീകോൾ ചെയ്തത് താൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോഴാണ്. മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോഴാണ് തൻ്റെ ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്ന് പെട്ടെന്ന് ഓർമ്മ. ഞാൻ ഇടയ്ക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമായിരുന്നു സാർ. അതെ അതെ യെസ്. അപ്പം ഞാനിങ്ങനെ ഓരോരുത്തരുടെ ഇങ്ങനെ റിസൾട്ട് വരുമ്പോൾ നമുക്കിപ്പം കുറേ സ്ഥിരം ക്ലാസ്സിൽ കയറുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ റിസൾട്ട് വന്നില്ലല്ലോ എന്നിങ്ങനെ ഓർക്കും. പക്ഷെ അവരുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് നല്ലൊരു വിജയമുണ്ട്. 100ഓളം പേര് നമുക്ക് കിട്ടി, ക്വാളിഫൈഡ് ആയി CCന്ന്. അതുകൊണ്ട് വലിയ സന്തോഷമാണ്. അപ്പം നിങ്ങളെയൊക്കെ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഇതിപ്പം നമുക്ക് തുടക്കമാണ്. ഇന്ന് 3 പേര്. അടുത്ത ഞാൻ ഈ ഇടയ്ക്ക് ദിവസങ്ങളിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ വരുമ്പം സ്റ്റുഡിയോയിൽ നിന്ന് 2-3 പേരെ വെച്ച് അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത് പോകാം. ബാക്കിയുള്ള സമയം വേറെ ക്ലാസ്സുകളുണ്ട്, അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പം താൻ എങ്ങനെയാ, തനിക്ക് ഈ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെ ഉണ്ടാവോ? എനിക്ക് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഇഷ്ടമാണ് സർ. ഇഷ്ടമാണ്. ഓക്കെ. അപ്പം മാത്തമാറ്റിക്സ് എളുപ്പമായതുകൊണ്ട് ബാക്കിയുള്ള പേപ്പറുകളും പഠിക്കാൻ എളുപ്പമുണ്ടായിരുന്നു അല്ലേ? ആണ്. ഈ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആ ഒരു സെക്ഷൻ നമുക്കിപ്പോൾ വെക്ടർ ആണെങ്കിലും അങ്ങനത്തെ കുറേ, നമ്മുടെ കോംപ്ലക്സ് ആണെങ്കിലും അങ്ങനെ കുറേ ഏരിയാസ് ഉണ്ടല്ലോ, അതെല്ലാം സ്ട്രോങ് ആയിരുന്നു. ഓക്കെ.
അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമുണ്ട്. അപ്പം ഞാനെപ്പോഴും പിള്ളേരോട് പറയുന്നത് നിങ്ങൾ ആദ്യം മാത്തമാറ്റിക്സ് ശരിയാക്കുക, ബാക്കിയെല്ലാം വഴിയെ ശരിയായിക്കോളൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എന്താ മാത്തമാറ്റിക്സ് അറിയത്തില്ലാതെ വരുന്ന ആൾക്കാരോട് എന്നാ പറയാനുള്ളത്? അങ്ങനെ വല്ലതും? സർ, സെറ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കുറേ ഒന്ന് വർക്കൗട്ട് ചെയ്താൽ നമുക്കുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ആ മാത്തമാറ്റിക്സ് അറിഞ്ഞൂടെങ്കിലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആ ഒരു സെക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ആ ടൈപ്പ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താലും മതി. ഉം. നമ്മുടെ ഫുൾ മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് സ്ട്രോങ് അല്ലെങ്കിലും അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. പക്ഷേ വേറൊരു പ്രശ്നമുണ്ടേ. കഴിഞ്ഞ തവണത്തെ പരീക്ഷ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ തവണത്തെ ഞാൻ എഴുതിയില്ല. അതിന്റെ അത് മുന്നേ എഴുതാത്തതുകൊണ്ടായിരിക്കും പറയുന്നത് തോന്നുന്നു. കഴിഞ്ഞ തവണത്തെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ തവണ നമുക്ക് ആകെ ടോട്ടൽ എനിക്ക് തോന്നുന്നു 79 പേരാണ് സ്റ്റേറ്റ് വൈഡ് പാസ്സായിട്ടുള്ളത്. ഓ അതിൽ 10 പേര് നമ്മുടെ പിള്ളേരും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് അത് ഭയങ്കര ടഫായിരുന്നു പരീക്ഷ. അപ്പം അങ്ങനെ ടഫായിട്ട് വരുന്ന പരീക്ഷകൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെറുതെ ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ശരിയാകുമെന്ന് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഒരു ചിന്തയുണ്ട്. അപ്പം വൈഡായിട്ട് തന്നെ പഠിച്ചു പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം നമ്മളെപ്പോഴും പ്രിപ്പയർ ചെയ്യേണ്ടത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണമല്ലോ. അതെ അതെ. അപ്പം മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് തോന്നുന്നു എല്ലാത്തിൽ നിന്നും മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം. ഇപ്പോൾ ബേസിക് ക്വാണ്ടം ഡിഫറൻസിയേഷൻ തൊട്ട് മെക്കാനിക്സിലാണെങ്കിലും അതെ, അതെ. അപ്പം ഇന്റഗ്രേഷൻ ഒക്കെ ഞാൻ വേണം. അപ്പം ഞാൻ പറയാറുണ്ട്. കാരണം ഇപ്പം ഇപ്പം ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കോളേജിൽ എൻ്റെ പിള്ളേരോട് ഞാൻ പറയണം, നിങ്ങളെയൊക്കെ പഠിപ്പിച്ചു വിട്ടപ്പോൾ ടീച്ചേഴ്സ് ആരൊക്കെയാണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. കാരണം പിള്ളേർക്ക് ഇൻ്റഗ്രേഷൻ അറിയത്തില്ല, ഡിഫറൻസിയേഷൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ലാതെ +2 നിന്ന് നേരെ കോളേജിലോട്ട് വന്നേക്കുക. അപ്പം അങ്ങനെ വരുന്ന പിള്ളേരെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളെയൊക്കെ പഠിപ്പിച്ചു വിട്ടത് ആരാ? അപ്പം ഞാനിപ്പോൾ നമ്മുടെ സെറ്റിൻ്റെ ക്ലാസ് അവസാനമായപ്പോൾ ഞാൻ പറഞ്ഞു പിള്ളേരോട്, നിങ്ങളുടെ മുന്നിൽ വരുന്ന പിള്ളേരെ നിങ്ങൾ ഇങ്ങനെ വേണം ട്രീറ്റ് ചെയ്യാൻ, അല്ലാതെ പഠിപ്പിക്കാതെ വിടരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം മുഴുവൻ പഠിക്കണം കേട്ടോ, അല്ലാതെ കുറച്ച് മാത്രം പഠിച്ചു പോയാലേ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ല സാർ, എനിക്ക് സമയം വളരെ കുറവായിരുന്നു. ആ അതാണ് എനിക്ക് പേപ്പർ വൈസ് ഒന്നും പഠിക്കാൻ പറ്റാത്തത്. ഞാൻ കൂടുതലും ആ പ്രീവിയസ് ക്വസ്റ്റ്യനും ഒക്കെ ആയിരുന്നു. നോക്കിയത് അല്ലേ? അതെ. ഓക്കെ. പിന്നെ താൻ എത്ര സമയം ഇരുന്ന് പഠിക്കും? അങ്ങനെ വല്ലതും ഉണ്ടോ തൻ്റെ അങ്ങനെ ഒരു? ഒരു റെഗുലർ സമയമില്ല സാർ. ഞാനിപ്പം എനിക്ക് ട്യൂഷനൊക്കെ ഉണ്ട്. ഞാൻ ട്യൂഷനൊക്കെ ആ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഷെഡ്യൂൾ നോക്കിയിട്ട് കുറച്ച് സമയം ഞാൻ ഇരിക്കാറുണ്ട്. പക്ഷെ അത് എപ്പോഴാണെന്നല്ല, ഒരു 1 1/2 മണിക്കൂർ ഇരിക്കാറുണ്ട്. ഓക്കെ. അപ്പം ഞാൻ എപ്പോഴും പറയും, ഈ വീക്കായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താൽ മാത്രമേ താനൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് താൻ ട്യൂഷൻ എടുക്കുന്നതും സ്കൂളിൽ വർക്ക് ചെയ്യുന്നതും ഒക്കെ ഇതിന് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. ആണ് സാർ, ആണ്. ഓക്കെ. അപ്പം ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇനി ഇപ്പം HSST ഉടനെ വിളിക്കുമല്ലോ. വിളിക്കും. അപ്പം HSST അപ്ലൈ ചെയ്യണം, പഠിച്ചു തുടങ്ങണം. HSA ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് പഠിക്കണം. അങ്ങനത്തെയാണ് പ്ലാൻസ്. അപ്പോൾ HSIയും ലാസ്റ്റ് മിനിറ്റിലോട്ട് വെച്ചേക്കുവാണോ അല്ല പഠിക്കാൻ? സാർ, HSA പഠിച്ചു തുടങ്ങണം. അതിനി അധികം താമസിക്കണ്ട, പഠിച്ചു തുടങ്ങിക്കണം. അതെ. എങ്ങനെയാ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ എങ്ങനെ വിലയിരുത്തുന്നു? ക്ലാസ്സസ് ഒക്കെ ഭയങ്കര നല്ലതാണ് സാർ. ഈ പേപ്പർ വൈസ് ഞാൻ ക്ലാസ് കാണുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. ക്ലാസ്സസ് എല്ലാം നല്ലതാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ടാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ക്ലാസ്. ഞാൻ പറഞ്ഞില്ലേ സാറിനോട്, ഞാൻ ഇതിന് മുന്നേ 2 തവണ എഴുതിയപ്പോൾ ഞാൻ കോച്ചിങ്ങിനൊന്നും ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ എനിക്കൊരു ലാക്ക് ഓഫ് ഗൈഡൻസ് ഉണ്ടായിരുന്നു ആ 2 തവണയും. അപ്പോൾ ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്കിതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഒക്കെ കിട്ടിയതും. അപ്പോൾ അങ്ങനെയാണ്, എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ക്ലാസ്സസ്. കേട്ടതിൽ സന്തോഷം. അപ്പം എന്തായാലും എല്ലാ ആശംസകളും. അപ്പോൾ ഇനിയും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ കീപ്പ് ഇൻ ടച്ച്. കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഫാമിലിയോട് എന്നും ഒന്നിച്ചുണ്ടാവുക. അപ്പം എല്ലാ ആശംസകളും കേട്ടോ. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ശരി, ബൈ. താങ്ക് യു. ബൈ സർ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ സർ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അതിനു മുമ്പ് വേറൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പേഴ്സണലായിട്ട് കൺഗ്രാറ്റ്സ് പറഞ്ഞാലും ഒരു ഒഫീഷ്യലായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഭാഗത്ത് നിന്ന് സെറ്റ് പാസ്സായതിൽ കൺഗ്രാജുലേഷൻസ്. ഇപ്രാവശ്യം താങ്ക് യു സോ മച്ച് സർ. ഇപ്രാവശ്യം നമുക്കൊരു 100 പേരോളമായി സെഞ്ചുറി അടിക്കും ഇപ്പോൾ ഉടനെ. ഇന്നും 2-3 പേര് റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരുപാട് ആൾക്കാരുള്ളതിൽ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം.
അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ വലിയ വിജയത്തിൽ രേഷ്മയും പങ്കാളിയാണ്. അപ്പോൾ രേഷ്മയെ ഒന്ന് പരിചയപ്പെടുത്താവോ? എന്റെ പേര് രേഷ്മ. ആ എന്റെ നാട് കണ്ണൂരാണ്. ആ ഞാൻ 2019 PG പാസ് ഔട്ട് ആയ ആളാണ്. ഓക്കെ. അതിനുശേഷം ഒരു ഗ്യാപ്പിന് ആ ശേഷമാണ് ഞാൻ വീണ്ടും പഠിച്ച് സെറ്റ് പാസ്സായത്. ഓക്കെ. അപ്പോൾ ബി.എഡ് അതിന് ശേഷമായിരുന്നോ? ഞാൻ BEd ഇപ്പൊ ഓൺഗോയിങ് ആണ്. സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഓ, ബി.എഡ് ഓൺ ഗോയിങ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. പറഞ്ഞത് ഓർക്കുന്നു. യെസ്, എന്നോട് ആ, പറഞ്ഞിട്ടുണ്ട്. ആ, യെസ്, ക്ലാസ്സിൽ വെച്ചാന്ന് തോന്നുന്നു പറഞ്ഞത് അല്ലേ? ആ, ആ യെസ്, അതെ. ലൈവിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞതായിട്ട് ഓർക്കുന്നു. യെസ്. ആ, അപ്പോൾ എങ്ങനെയാണ് രേഷ്മ ബി.എഡും സെറ്റും ഒരുമിച്ച് എങ്ങനെയാണ് കൊണ്ടുപോയത്? അപ്പോൾ ആദ്യം അത് ചോദിക്കാം. BEd കുറച്ച് നമ്മൾ എഫേർട്ട് ഇട്ടാലല്ലേ എന്തായാലും സെറ്റ് എഴുതിയെടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ആ ഗ്യാപ്പും കൂടി ഉള്ളതുകൊണ്ട് എന്തായാലും എന്റെ സൈഡിൽ നിന്ന് ഒരു നല്ല എഫേർട്ട് വേണ്ടി വന്നിരുന്നു. ആ റീകളക്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ആ ആ പിന്നെ എഴുതിയെടുക്കാന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അതിനങ്ങ് തുനിഞ്ഞിറങ്ങി. ആ അല്ല, ബി.എഡിൻ്റെ കൂടെ ഇതെങ്ങനെയാണ് കൊണ്ടുപോയത്? രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രയാസമുണ്ടോ? എന്താ? അതിന്റെ വർക്കുകളൊക്കെ അതിന്റെ കൂടെ BEdന്റെ വർക്കുകൾ നമ്മൾ അതിന്റെ കൂടെ അന്നേരം ചെയ്യണമല്ലോ. അതിന്റെ കൂടെ പിന്നെ ലൈവ് ക്ലാസ്സിന് ഒരു മാറ്റം ഇല്ലാണ്ട് എല്ലാ ലൈവിലും ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു ഉം. CCന്റെ. അല്ല, ഞാൻ ചോദിച്ചതേ, ബി.എഡിൻ്റെ കൂടെ തനിക്കിത് കൊണ്ടുപോകാൻ പ്രയാസം ഉണ്ടായിരുന്നോ എന്നാണ്. അങ്ങനെയാണ് ഞാൻ രണ്ടും കൂടെ മാനേജ് ചെയ്തത്. ഓക്കെ ഓക്കെ ലൈവ് ഓക്കെ. മിസ് ചെയ്തിട്ടില്ല. ആ ആ ആ ആ എനിക്ക് ഓർമ്മയുണ്ട്, ലൈവിൽ സ്ഥിരം മുഖങ്ങളിൽ ഒരാൾ താനായിരുന്നു. ഉം. ആ ആ, പിന്നെ നമ്മള് രണ്ടും കൂടി ചെയ്യുമ്പോ എന്തായാലും നമുക്ക് അതിന്റേതായ സ്ട്രെയിൻ ഉണ്ടാവും. ആ ആ അത് നമ്മൾ തന്നെ സഹിച്ചല്ലേ പറ്റുള്ളൂ. നമ്മളെ ഭാഗത്തുനിന്ന് ഇടേണ്ട എഫേർട്ട്. അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഇത്തവണയും നമുക്ക് അടുത്ത സെറ്റിലോട്ടുള്ള ബാച്ചിലേ ഇങ്ങനെ കുറച്ച് പേരുണ്ട്. അതായത് ഇപ്പം സെക്കൻഡ് ഇയറിലോട്ട് കയറുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അടുത്ത തവണത്തെ എക്സാമിന് വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി അപ്പോൾ ഈ വീഡിയോ ഇനി അവരും കാണുമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്, ഇത് ആ, ഒരുമിച്ച് കൊണ്ടുപോയതെന്നറിയാൻ. അപ്പോൾ തൻ്റെ ആ, ഇപ്പം പാസ്സായ തൻ്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കുമ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് ആകുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ആ. ആ പിന്നെ താൻ ഇത്രയും നാളത്തെ ഗ്യാപ്പിനെ അതെങ്ങനെയാണ് താൻ ഓവർകം ചെയ്തത്? എങ്ങനെയാണ്? ആദ്യം തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചു മറന്ന സാധനമാണെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പം അതിന്റെ ട്രാക്കിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ. അതിനുശേഷം പിന്നെ നമ്മള് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് അതിലേക്ക് വന്നത്. പിന്നെ റിവൈസ് ചെയ്ത സാധനങ്ങൾ 2-3 പ്രാവശ്യം റിവൈസ് ചെയ്യുക. ആ സാധനം എപ്പോഴും പറയുന്ന സ്ട്രാറ്റജീസ് ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചത്. ആ ഹാ അല്ലാതെ ഹാ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്നാമത് നമ്മൾ സബ്ജക്ട് ഫിസിക്സ് ആണ്. അപ്പോ പഠിച്ചു മറന്ന സാധനം നമ്മൾ റീകളക്ട് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ കൂടെ ജോയിൻ ചെയ്ത് വരേണ്ട കുറെ കൺസെപ്റ്റ്സ് ഉണ്ടാവും. അതൊക്കെ നമ്മളെ കൂടെ വന്നാൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ടോപ്പിക് പഠിച്ച് ആ ടോപ്പിക് മാത്രം വെച്ച് നമ്മളെ പ്രോബ്ലംസ് ഒന്നും ഒരുപാട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ അപ്പൊ പിന്നെ ശരി. എല്ലാം കൂടി എങ്ങനെയൊക്കെയോ മാനേജ്ഡ് ആയി എന്ന് പറയാം. ആ പക്ഷെ എന്നാലും അതിന് നിങ്ങളുടെ എഫർട്ട് വളരെ വലുതാണ്. കാരണം ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈവൻ ഒരു വർഷത്തെ ഗ്യാപ്പ് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ PGക്കൊന്നും നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ചെയ്യുന്നില്ല. പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടല്ല നമ്മൾ ഇല്ല, പഠിക്കുന്നത്. ഇല്ല. നമ്മൾ ആ എക്സാം ഓറിയന്റഡ് ആയിട്ട് തിയറി മാത്രം പഠിച്ച് എങ്ങനെയും പാസ്സാവാന്നുള്ള കൺസെപ്റ്റിലാണ് പൊതുവെ PG ആ അതെ. പഠിച്ചു വരിക. ആ ഡെറിവേഷൻ പഠിക്കുക. ഡെറിവേഷൻ ആണല്ലോ മുഴുവൻ. അപ്പം പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രോബ്ലം, പുതിയതായിട്ട് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമുക്കുണ്ടല്ലോ. അല്ല, പ്രോബ്ലംസ് ചെയ്യാൻ ഇനീഷ്യേറ്റീവ് ചെയ്തത് കേൾക്കാം സാർ. ആ സാറിന്റെ പറഞ്ഞോളൂ. ലൈവ് ക്ലാസ് ആണ്. സാർ പ്രോബ്ലംസ് ചെയ്യിപ്പിച്ച് അതിലൊരു ട്രാക്കിലേക്ക് കൊണ്ടുവരുമല്ലേ ചെയ്തത് എല്ലാരെയും. ആ അത് നമ്മുടെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ, നമ്മുടെ ഒരു സ്ട്രാറ്റജി അത് തന്നെയാണ്. ഇപ്പം ആദ്യമേ നിങ്ങളെ പ്രോബ്ലം മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് സെറ്റാക്കിയിട്ട് പ്രോബ്ലത്തിലേക്ക് തള്ളിവിടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പം നീന്തൽ പഠിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളോട് ആ, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നീന്തൽ പഠിപ്പിക്കുക നിങ്ങളെ ഉന്തിയങ്ങ് ഇടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കരയ്ക്ക് നിന്ന് നീന്തലിൻ്റെ തിയറി പഠിപ്പിച്ചിട്ട് നീന്തൽ പഠിപ്പിക്കാൻ പോയ സമയമില്ല. അതുകൊണ്ട് നിങ്ങളെ ഉന്തിയിടുക, പ്രോബ്ലം ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പം എന്നായാലും അത് ഇത്രയും പേർക്ക്
ഗുണപ്പെട്ടു എന്ന് അറിഞ്ഞത് വലിയ സന്തോഷമുണ്ട് കേട്ടോ. ആദ്യം അതുപോലെ പഠിച്ചു തുടങ്ങിയ പേപ്പറും മാത്തമാറ്റിക്കൽ ആയിരുന്നു. അതാണ് എല്ലാവർക്കും അതിന്റെ ബേസ് ഉണ്ടെങ്കിൽ ക്വാണ്ടവും ഒക്കെ നമുക്ക് അതിന്റെ കൂടെ എടുത്തു പോകാൻ പറ്റും തോന്നിയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് മാത്തമാറ്റിക്കൽ വെച്ചിട്ടായിരുന്നു, പേപ്പർ വൈസ്. അതെ അതെ യെസ്. നമ്മൾ മാത്തമാറ്റിക്കൽ ക്ലാസിക്കൽ ആ രീതിയിൽ പോകുന്നതുകൊണ്ടും അതും ആ രീതിയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതായിട്ടുണ്ടോ? പേപ്പറിന്റെ ഓർഡറിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? അല്ല, ഫസ്റ്റ് പ്രിഫറൻസ് എനിക്കും തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് മാത്തമാറ്റിക്കൽ തന്നെയാണ്. അതിന്റെ ഓക്കെ. ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേറെ ഏത് പേപ്പറും നമുക്ക് നോക്കിയാൽ മനസ്സിലാവുള്ളൂ. ആ യെസ്. അപ്പം പിന്നെ വേറൊരു ചോദ്യം, എങ്ങനെയാണ് നമ്മുടെ കോച്ചിങ് കൊണ്ട് തനിക്ക് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടോ? ഫിസിക്സ് കൂടുതൽ ഇഷ്ടപ്പെട്ടോ? അതോ ഫിസിക്സ് വെറുത്തു പോയോ? എന്താണ് തൻ്റെ അഭിപ്രായം? ഇല്ല, ഒരിക്കലും വെറുത്തിട്ടില്ല. ആ വെറുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ബാക്കി നമുക്ക് സ്വന്തം എഫേർട്ട് ഇട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഞാൻ സ്ഥിരം ലൈവിൽ സാറിന്റെയും നീതു മിസ്സിന്റെ ഒക്കെ ക്ലാസ്സിൽ സ്ഥിരം ജോയിൻ ചെയ്യുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പൊ രാവിലെ 6 മണിക്കൊക്കെ മിസ് ക്ലാസ് വെക്കുമ്പോഴും അതിലൊക്കെ ജോയിൻ ചെയ്ത ആളായിരുന്നു ഞാൻ. അങ്ങനെ നമ്മൾ വെറുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അതില് നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ജോയിൻ ചെയ്യൂലല്ലോ. ഒരിക്കലും അല്ല വെറുത്തിട്ടൊന്നുമില്ല സബ്ജക്റ്റിനെ. അല്ല ഞാൻ ചോദിച്ചത് നമ്മുടെ ക്ലാസ് കൊണ്ട് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളുണ്ട്, ലൈവ് ഉണ്ട്, പരീക്ഷകളുണ്ട്, ഇതെല്ലാം കൊണ്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ തനിക്ക് സബ്ജക്റ്റ് കൂടുതൽ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടോ? അതായത് നമ്മൾ പി ജിക്ക് പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സബ്ജക്റ്റ് കുറച്ചുകൂടി കോൺസെപ്റ്റ്സ് ഒക്കെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടോ? എങ്ങനെയാണ്? സാറിന്റെ റെക്കോർഡിംഗ് സെഷൻസ് ക്ലാസ്സുകൾ ഞാൻ പറ്റുന്നത് പോലെ കാണുമായിരുന്നു. അതിൽ കോൺസെപ്റ്റ് ഭയങ്കര ക്ലിയർ, നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ ഡെറിവേഷൻസും. കോമ്പറ്റേറ്റീവ് എക്സാമിന് സാധാരണ എല്ലാവരും ചോദിക്കും എന്തിനാ നമ്മൾ ഡെറിവേഷൻസ് പഠിക്കണേ, പ്രോബ്ലം ചെയ്യാൻ പഠിച്ചാൽ പോരെ അല്ലെങ്കിൽ തിയറി മാത്രം പഠിച്ചാൽ പോരെ എന്നുള്ളത്. പക്ഷെ നമുക്ക് കൺസെപ്റ്റ് വൈസ് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണമെങ്കിൽ ആ ഡെറിവേഷൻസ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും അതിലേക്ക് ഗോ ത്രൂ ചെയ്താൽ മാത്രമേ അത് മനസ്സിലാവൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. അത് അല്ല യൂസ്ഫുൾ ആണ്. തിയറീസ് മനസ്സിലാക്കാൻ ഡെറിവേഷൻസും അതിലത്തെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഓക്കെ താങ്ക് യു. അപ്പം എൻ്റെ മനസ്സിലുള്ള ലക്ഷ്യവും ഉദ്ദേശവും അത് തന്നെയായിരുന്നു. അതായത് നമ്മൾ വെറുതെ ഈ പറഞ്ഞ പ്രോബ്ലം ചെയ്യാൻ പഠിക്കുക എന്ന് അതിൽ മാത്രം കാര്യമില്ല. അത് നമ്മൾ ഈ നായ്ക്കളെ ട്രെയിൻ ചെയ്യുന്ന പോലെയാകും. വളയം ഇട്ട് ചാടിക്കുന്നു, വളയം ഇല്ലാതെ ചാടിക്കുന്നു. അപ്പോൾ അതിലൊരു എന്താണ് ഒരു ലൈഫ് ഇല്ലല്ലോ. അപ്പോൾ സബ്ജക്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാകണം. കോൺസെപ്റ്റ് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് അറിയണം. അപ്പം നിങ്ങളും ഇനി ടീച്ചേഴ്സൊക്കെ ആകുന്നവരാണ്. അപ്പം നിങ്ങളും കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. കാര്യം നിങ്ങളൊക്കെ പഠിപ്പിച്ച് വിടുന്ന പിള്ളേരെ ഞങ്ങൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെയൊന്നും പഠിപ്പിച്ച് വിട്ടേക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അങ്ങനെ പഠിപ്പിച്ചത് കേട്ടോ. നിങ്ങളും ഇനി അല്ലാതെ ഞാൻ അങ്ങനെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അല്ലാണ്ട് വെറുതെ ഒരു സാധനം മാത്രം പ്രിസൈസ് ആയിട്ട് പഠിക്കുന്നതിനേക്കാളും അതെങ്ങനെ വന്നു എന്ന് കുറച്ചുകൂടി ഇൻട്രസ്റ്റിൽ അന്വേഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ. ആ ഹാ ഹാ. പിന്നെ തനിക്ക് ഏത് പേപ്പറായിരുന്നു തനിക്ക് കൂടുതൽ പ്രയാസം തോന്നിയത്? ഏത് പേപ്പറാ? അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാൻ വളരെ കുറച്ച് സമയം ചെലവഴിച്ച പേപ്പർ ഒന്ന് സ്റ്റാറ്റിയാണ്. ആ ഹാ ഹാ. അത് ഞാൻ ഇട്ട സമയം കുറവായതുകൊണ്ടാണെന്നല്ല, ഞാൻ അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് നോക്കിയിട്ടില്ലാത്ത ഒരു പേപ്പർ സ്റ്റാറ്റിയായിരുന്നു. ഇപ്പോൾ സ്റ്റാറ്റിയിൽ നമ്മുടെ ആപ്പിലുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നോ? ഇല്ല, അങ്ങനെ ഒരുപാട് സമയം എനിക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേനും കിട്ടിയില്ല. പിന്നെ സ്റ്റാറ്റിന്റെ ക്ലാസ് ഞാൻ ഒരുപാട് കണ്ടില്ല. എല്ലാ മെറ്റീരിയൽസ് ഒക്കെ വെച്ച് കുറച്ച് ഇങ്ങനെ നോക്കാനേ എനിക്ക് ഫസ്റ്റ് പോർഷൻസിൽ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമേ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നോക്കാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ. അപ്പം അത് ഞാൻ ഇട്ട സമയത്തിന്റെ കുഴപ്പമായിരിക്കും ചിലപ്പോ, ആ ഹാ ഹാ. അപ്പം ഞാൻ അറിയില്ല. ചോദിക്കുന്നത് ഇപ്പം എൻ്റെ ചോദ്യം അതാണ്. വേറൊരു ചോദ്യം, അതായത് ഇനി പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് അവർക്ക് സമയം ഒരുപാടുണ്ടെന്നുള്ളൊരു ചിന്ത കാണുമായിരിക്കും. ഇപ്പം നമ്മുടെ ഈ ഇൻ്റർവ്യൂ ഒക്കെ യൂട്യൂബിലൊക്കെ പോവും. അപ്പോൾ പോയി കഴിയുമ്പം ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കുന്ന സമയമുണ്ടല്ലോ, ഇനിയും പഠിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ എന്നാണ്. ഈ സമയമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഫ്രഷായിട്ട് വിജയിച്ചിരിക്കുന്ന ഞാൻ തൻ്റെ വായിൽ നിന്ന് കേൾക്കുമ്പം അവർക്കൊരു എന്താണ്
മനസ്സിലാവുമല്ലോ ഞാൻ പറയുന്നേക്കാൾ കൂടുതൽ താൻ പറയുമ്പോൾ. ഞാൻ 3 മന്ത് ബാച്ചിൽ ജോയിൻ ചെയ്ത ആളാണ്. അപ്പം ആ ജോയിൻ ചെയ്തപ്പോഴും ഞാനും വിചാരിച്ചത് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ എന്നാണ് ഞാനും വിചാരിച്ചത്. ആ പക്ഷെ വെരി നമ്മള് ഗുഡ്. ചെയ്തു വരുമ്പോഴല്ല. പക്ഷെ ഞാൻ കുറച്ച് പെട്ടെന്ന് തന്നെ റിയലൈസ് ചെയ്തു സമയം പെട്ടെന്ന് പോകുന്നുണ്ട്. നമ്മൾ അതിന്റെ ഒന്നാമത് ഗ്യാപ്പ് വന്ന് ബുക്കിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഒരു സാധനം ക്യാച്ച് ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്ക് കുറച്ചധികം വേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ സമയം നമുക്ക് മതിയാവുന്നില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ തനിയെ ഫസ്റ്റ് ആയിക്കോളും. തന്നെ അങ്ങ് പൊക്കോളൂ അല്ലേ. ആ പക്ഷെ ചിലരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലേ ഇപ്പൊ അവരെ ജോയിൻ ചെയ്യും, എന്നിട്ട് കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അവർ തന്നെ നിരാശപ്പെട്ട് അങ്ങോട്ട് സ്വാഭാവികമായിട്ട് ഇതിൽ നിന്നും പിൻവലിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, നമ്മുടെ ക്ലാസ്സിലൊക്കെ ആ ആദ്യമൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു, കുറേ 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 ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഒരു ജോർജ് എന്ന് പറയുന്ന ഒരാളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയൊന്നും പിന്നെ ഞാൻ ആ വഴി കണ്ടിട്ടില്ല. പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിയൊന്നും ആ വഴി പിന്നെ കണ്ടിട്ടില്ല. അങ്ങനെ ആ പിൻവലിയുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ ശ്രമിച്ചാൽ കിട്ടാത്ത കാര്യമാണോ? അത്ര പ്രയാസമുള്ള കാര്യം എന്ന് വെച്ചാൽ കിട്ടുകയില്ല, നമുക്ക് അധ്വാനമൊക്കെ വെറുതെ ആവും, അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടോ? അല്ല, നമ്മൾ എന്തായാലും PG വരെ പഠിച്ചിട്ട് നെറ്റിനൊക്കെ ട്രൈ ചെയ്തവരായിരിക്കൂലേ. അത് വെച്ച് നോക്കുമ്പോൾ നെറ്റിനെക്കാട്ടി കുറെയൊക്കെ താഴെയുള്ള ഒരു എക്സാം ആയിട്ടാണ് എനിക്ക് സെറ്റിനെ തോന്നിയിട്ടുള്ളത്. അത് നെറ്റിന്റെ അത്രയൊന്നും എന്തായാലും നമ്മളെ എഫേർട്ട് ഇടാണ്ട് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിട്ടാണ് സെറ്റിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ അത് ഓക്കെ. നമ്മൾ എന്തായാലും നമ്മളെ സമയവും മണിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് എത്തുമ്പോഴെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടാല് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. തൻ്റെ മെത്തേഡ് ഓഫ് സ്റ്റഡി എങ്ങനെയായിരുന്നു? കുറെയൊക്കെ സമയം കിട്ടുമെങ്കിൽ എഴുതി പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു ഞാൻ പോയിരുന്നത്. ഇപ്പൊ പ്രോബ്ലംസ് ആയാലും ചെയ്തു നോക്കുക, അല്ലെങ്കിൽ ഇക്വേഷൻസ് എഴുതി നോക്കുക. കുറച്ചുകൂടി നമുക്ക് എക്സാം സമയത്തും കയ്യിലേക്ക് ഇക്വേഷൻസ് വരുന്നതായിട്ടുള്ള ഒരു ഫീല് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. വെറുതെ അപ്പം വായിച്ചു വിടുന്ന അല്ലെങ്കിൽ സ്റ്റഡി നോട്ട് ഉണ്ടാക്കിക്കൊണ്ട് പഠിക്കുക, അതൊക്കെയായിരുന്നു ഞാൻ യൂസ് ചെയ്തത്. എഴുത്ത് ഇതിന്റെ കൂടെ കൊണ്ടുപോയിരുന്നു. ആ മെത്തേഡാണ് നല്ലത്. എല്ലാവരും ഞാൻ ഞാൻ എന്നെ പഠിപ്പിച്ച ആൾക്കാരും പറയുന്നത് നമ്മളെല്ലാം എഴുതി പഠിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അത് പറയാറുണ്ട്. അപ്പം താനും ആ സ്ട്രാറ്റജി തന്നെയായിരുന്നു അല്ലേ? എത്ര സമയമൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു ഒരു ദിവസം? ആ ആ എ- എഴു- അത് സമയം കിട്ടുന്നത് പോലെ ആയിരിക്കും. ലൈവ് ഉണ്ടെങ്കിൽ രാത്രി ലൈവിന് കയറി അങ്ങനെ സമയം പോവും. പിന്നെ അത് ഓരോ ഡിപ്പെൻസ്, അത് അങ്ങനെ കൃത്യമായ സമയമൊന്നുമില്ല. ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാന്നുള്ളൊരു. ഓക്കെ ഓക്കെ. പിന്നെ ഈ പരീക്ഷയോട് അടുത്തപ്പോൾ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടെൻഷൻ എങ്ങനെ ഓവർകം ചെയ്തു? ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ചെറിയ ചെറിയ ടെൻഷനിൽ ഒന്ന് രണ്ട് അറിയാവുന്ന സാധനങ്ങൾ എക്സാമിൽ കയറി ഫസ്റ്റ് പോർഷനിൽ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. വെരി അത് ഗുഡ്. അത് പിന്നെ മാർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ എഴുതിയ തെറ്റാന്ന്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ എന്തായാലും നമുക്ക് ഞാൻ കുറച്ച് ഗ്യാപ്പും കൂടെ വന്നിട്ട് എക്സാമിന് കയറുന്നതായോണ്ടായിരിക്കാം, അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ഇപ്പം ഇത് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നതും നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് തന്നെ. അപ്പം പുള്ളിക്കാരി മാർക്ക് ചെയ്തിരിക്കുന്നതിനകത്തും ചില തെറ്റുകളൊക്കെ ഉണ്ട്. അപ്പം പുള്ളിക്കാരിയെ വിളിച്ച് അന്നേരം ഞാൻ വഴക്ക് പറഞ്ഞായിരുന്നു, ഇതൊക്കെ ഇത്രയും എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ തെറ്റിച്ചു. പക്ഷേ പുള്ളിക്കാരി പാസ്സായി കേട്ടോ. അപ്പം മാർക്ക് ചെയ്തപ്പോഴന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എഴുതിയത് തെറ്റായി പോയിന്ന്. പിന്നെ നമുക്ക് മാർക്ക് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ശരിയാ. ഓക്കെ. അപ്പോൾ എന്തായാലും പിന്നെ ബാക്കി കേട്ടിട്ടൊക്കെ ക്വാളിഫൈ ചെയ്തോ അങ്ങനെ? കേട്ടിട്ട് ഞാൻ ഇപ്രാവശ്യം എഴുതിയിട്ടുണ്ട്. പാസ്സാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് രേഷ്മയുടെ ഫ്യൂച്ചർ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും? ഇപ്പൊ B.Ed കഴിഞ്ഞിട്ട് എന്തായാലും ടീച്ചിങ് പ്രൊഫഷനിലേക്ക് നമ്മള് B.Ed കഴിഞ്ഞതിന് പാടന്നെ അതിലേക്ക് ഇനി ഗ്യാപ്പ് ഇല്ലാതെ പെട്ടെന്ന് ഫീൽഡിലേക്ക് ആഹാ. കയറുക എന്നുള്ളൊരു. ഓക്കെ. അപ്പം നല്ലൊരു ടീച്ചർ ആകട്ടെ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ആശംസകളും, എൻ്റെ ഭാഗത്തു നിന്നും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. അപ്പം നല്ലൊരു താങ്ക് യു സോ അധ്യാപികയായിട്ട് മച്ച് സർ. തീരട്ടെ. അപ്പം
ഫിസിക്സ് കുട്ടികളെ പഠിപ്പിക്കണം, ഫിസിക്സിനെ സ്നേഹിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം, സബ്ജക്റ്റ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, കുറുക്ക് വഴികളല്ല, സബ്ജക്റ്റ് കുട്ടികളെ പഠിപ്പിക്കുക, അവരെ സബ്ജക്റ്റ് സ്നേഹിക്കാൻ പഠിപ്പിക്കുക. നല്ല അധ്യാപികയായി തീരട്ടെ. മറ്റിനി പുറകെ വരുന്ന സെറ്റ് വിദ്യാർത്ഥികളോട് രേഷ്മയ്ക്ക് പറയാനുള്ളത് എന്നതാ? രേഷ്മയുടെ വക ഉപദേശം. ഉപദേശം കൊടുക്കാൻ ഞാൻ ആരുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാരും കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ ആരെക്കൊണ്ടും പറ്റാത്ത, PG പാസ്സായ ഒരാളെ കൊണ്ട് ഒരിക്കലും പറ്റാത്ത ഒരു കാര്യമല്ല സെറ്റ് എന്ന് ഞാൻ സെറ്റ് എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി. PG പാസ്സായെങ്കിൽ സെറ്റ് പാസ്സാവാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ശ്രമിച്ചാൽ കിട്ടും എന്ന് തന്നെയാണ്. കിട്ടും, കിട്ടും. അപ്പോ എല്ലാ ആശംസകളും കേട്ടോ രേഷ്മ. താങ്ക് യു വന്നതിൽ. താങ്ക് യു സർ. അപ്പൊ ട്രീറ്റ് പറഞ്ഞതുപോലെ കൊറിയർ ചെയ്താൽ മതി. കൊറിയർ ചെയ്യാം. ശരി ശരി, ബൈ ബൈ. ശരി, ബൈ ബൈ.